ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 13. ശാല്വജയം ലങ്കാവിജയം. പ്രദ്യുമ്നൻ ദിഗ്വിജയത്തിനായി കൃതമാല, താമ്രപർണി എന്നീ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് സാല്വൻ്റെ സ്ഥലമായ രാജപുരത്തേക്ക് പോയി. പ്രദ്യുമ്നൻ്റെ വരവിനെപ്പറ്റി നാരദ മഹർഷി പറഞ്ഞറിഞ്ഞ ശാല്വൻ സഹായത്തിനായി ദ്വിവിദൻ എന്ന വാനരനെ കൂടെ വരുത്തി. അവൻ്റെ ആ പല്ലും നഖവും കൊണ്ട് യാദവ സൈന്യത്തോട് പൊരുതി. അവൻ പ്രദ്യുമ്നൻ്റെ തേരിൽ ചാടി വീണ് അതിന് കുറേ നാശനഷ്ടങ്ങൾ വരുത്തി. പ്രദ്യുമ്നൻ്റെ ബാണം ദ്വിവിദനെ ആകാശത്തിൽ കുറേ നേരം നിർത്തിയ ശേഷം അകലെ ലങ്കയിൽ കൊണ്ടുപോയി വീഴ്ത്തി. കുറേ രാക്ഷസരെ നശിപ്പിച്ച ശേഷം തിരിച്ചു വന്നു. അനന്തരം പ്രദ്യുമ്നൻ ജയം പ്രഖ്യാപിച്ച് ശാലനോട് കപ്പം വാങ്ങി. പ്രദ്യുമ്നൻ മധുരമീനാക്ഷിയെ ദർശിച്ച ശേഷം ത്രികുടാചലത്തിൽ ചെന്ന് മൈനാക പർവ്വതത്തിൻ്റെ ശിഖരത്തിലെത്തി. സിംഹളദ്വീപിലും പോയ ശേഷം ഭാരതത്തിൽ തിരിച്ചെത്തി. ദ്വിവിദൻ സാവധാനത്തിൽ ഹിമാലയത്തിലെത്തി. അവിടെ നിന്ന് പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് പോയി. അനന്തരം പ്രദ്യുമ്നൻ മത്സരാദേശത്തിലെ രാമകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് സേതുബന്ധനത്തിലെത്തി. സമുദ്രത്തിൽ നോക്കിക്കൊണ്ട് ഉദ്ധവാദികളോട് കടലിനക്കരെയുള്ള ലങ്കയിൽ വാഴുന്നത് വിഭീഷണൻ ആണെന്നും അദ്ദേഹം കപ്പം തരുമോ എന്നും ചോദിച്ചു. അനന്തരം പ്രദ്യുമ്നൻ വിഭീഷണന് ഭോജരാജാവിന് കപ്പം കൊടുക്കാൻ ഒരുക്കമാണോ എന്നും ഇല്ലെങ്കിൽ താൻ ബാണങ്ങൾ കൊണ്ട് സേതു ബന്ധിച്ച് സൈന്യത്തോടെ അവിടെ എത്തും എന്ന് കാണിച്ച് ഒരു പത്രം എഴുതി അതൊരു ബാണത്തിൽ വെച്ച് തൊടുത്തുവിട്ടു. ആ അസ്ത്രം ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ വിഭീഷണൻ്റെ സഭാമധ്യത്തിൽ പോയി വീണു. രാക്ഷസന്മാർ ഞെട്ടിവിറച്ചുകൊണ്ട് യുദ്ധസന്നദ്ധരായി. അസ്ത്രത്തിൽ നിന്നും പത്രം എടുത്ത് വായിച്ച വിഭീഷണൻ വിസ്മയിച്ചു പോയി. അപ്പോൾ യാദൃച്ഛയാ അവിടെ എത്തിയ ശുക്രാചാര്യരോട് വിഭീഷണൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ശുക്രാചാര്യരാകട്ടെ പഴയ ആ കഥ വിഭീഷണനെ പറഞ്ഞുകൊടുത്തു. ഒരിക്കൽ സനകാദികൾ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അവർ ബാലന്മാരാണെന്ന് കരുതി അവരെ തടഞ്ഞു. കോപം വന്ന സനകാദികൾ അവരെ ശപിച്ചു. 2 പേരും 3 ജന്മങ്ങൾ അസുരന്മാരായി ജനിച്ച് വിഷ്ണു ഭഗവാനാൽ വധിക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും വൈകുണ്ഠത്തിൽ വസിക്കാം എന്നുമായിരുന്നു ശാപം. അവർ ആദ്യ ജന്മത്തിൽ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിരുന്നു. ദിതിയിൽ ജനിച്ച് യഥാക്രമം നരസിംഹമൂർത്തിയാലും വരാഹമൂർത്തിയാലും വധിക്കപ്പെട്ടു. പിന്നത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി ജനിച്ച് ശ്രീരാമനാൽ വധിക്കപ്പെട്ടു. 3-ാമത്തെ ജന്മത്തിൽ അവർ ശിശുപാലനും ദന്തവക്രത്തനുമായി ജനിച്ചിട്ടുണ്ടെന്നും ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെടുമെന്നും മഹർഷി പറഞ്ഞു. ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജസൂയത്തോടനുബന്ധിച്ച് ദിഗ്വിജയത്തിനു പുറപ്പെട്ട ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നൻ വില്ലിൽ തൊടുത്തുവിട്ട അസ്ത്രമാണിതെന്നും ശുക്രൻ വിഭീഷണനെ ധരിപ്പിച്ചു. ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ കപ്പവുമായി പ്രദ്യുമ്നൻ്റെ സമീപത്തെത്തി നമസ്കരിച്ച് കപ്പം പ്രദ്യുമ്നനെ ഏൽപ്പിച്ച് പ്രദ്യുമ്നൻ നൽകിയ പാരിതോഷികങ്ങളുമായി ലങ്കയിലേക്ക് തന്നെ മടങ്ങി. ഹരേ കൃഷ്ണ.